24 ബ്രേക്കിംഗ്. തൃശൂർ ചേലക്കര പുലാക്കോട് സ്വദേശി അൻസാറിന്റെ കൊലപാതകത്തിൽ രണ്ടാമത്തെ പ്രതിയും പിടിയിൽ. കൊല്ലപ്പെട്ട അൻസാറിന്റെ സഹോദരന്റെ സുഹൃത്ത് അനീഷാണ് പിടിയിലായത്. അൻസാറിനെ തല്ലി ശരിയാക്കിയിട്ടുണ്ട് എന്ന് അനീഷ് അറിയിച്ചു എന്ന് ബന്ധു പറയുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. അവന് മൂത്തനായിട്ട് നല്ലോണം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ. പിന്നെ മൂത്തവന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേ കാര്യക്കൂട്ടത്തില് ബസ് ഓടിക്കണ അനീഷില്ലേ, അവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്. അവൻ ചങ്ങാതി മോനിക്കാനെ വിളിച്ചിട്ട് വണ്ടികൾ ഇവിടുന്ന് വേഗം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ വണ്ടി ഇവിട്ട് കത്തിക്കുന്നൊക്കെ പറഞ്ഞത്രേ. പിന്നെ അവൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവനും അൻവറും കൂടെ. അൻസാർ അവിടെ ഉണ്ടോ ചോദിച്ചിട്ട് പുലർച്ചെ 2 മണിയായിട്ടാകുമ്പോൾ. അപ്പൊ സലാമും ഉമ്മയും മാത്രം ഇവിടെ ഇല്ല. നമ്മ വന്നിട്ട് അൻവറിൻ്റെ അടുത്ത് കുറെ പറഞ്ഞു അത്ര, നിങ്ങൾ ഈ ഏട്ടനെ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല, അതൊന്നും അവൻ പറഞ്ഞത്രേ. അവൻ എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് അത്ര പോയത്. ഇന്ന് കാലത്ത് ഇപ്പൊ എൻ്റെ ഇക്കാന്റെ ഭാര്യനെ വിളിച്ചിട്ട് അവൻ പറഞ്ഞേക്കാണ്, ഞാൻ ഇന്നലെ അവിടെ ശരിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു, പോയിട്ട് ജീവണ്ടോ നോക്കി നോക്കുന്നു അൻവർ. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇപ്പോൾ പിടിയിലായ ആളാരാണ്? ഈ കൊലപാതകത്തെക്കുറിച്ച് എന്താണ് പോലീസിന്റെ വിശദീകരണം? അമൃത, ഈ കൊലപാതകത്തെ കുറിച്ച് പോലീസ് പറയുന്നത് അൻസാറും സഹോദരൻ അൻവറും ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അൻവറിന്റെ ഭാര്യ പ്രസവത്തിനായി വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അൻസാർ അവിവാഹിതനാണ്. ഈ സമയം വീട്ടിൽ ഇരുന്ന് അൻസാറും സുഹൃത്തുക്കളും ചേർന്ന് മദ്യപിച്ചു. ഇത് അൻവർ എന്ന ജ്യേഷ്ഠൻ ചോദ്യം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഒരു സംഘർഷം നടക്കുന്നു. അതിനുശേഷം അൻസാറിന് മർദ്ദനമേൽക്കുന്നു. ശേഷം അൻവറിന്റെ സുഹൃത്തായ അനീഷ് അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തി അൻസാറിനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ അൻസാർ മറ്റെവിടേക്കോ മാറുകയായിരുന്നു. സ്വാഭാവികമായി ആ സമയത്ത് അൻവറും കൂട്ടുകാരനും ചേർന്ന് അനീഷും ചേർന്ന് അവിടേക്ക് വരികയും പിന്നീടും സംഘർഷം നടക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അൻവറിനെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ഈ ബന്ധുവിന്റെ ഓഡിയോ സന്ദേശം ഇതിനുശേഷം മറ്റു പല വീടുകളിലേക്കും പോയി അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ അൻസാറിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഈ സംസാരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റു പല വീടുകളിലേക്കും അൻസാറിനെ തെരഞ്ഞ് ജ്യേഷ്ഠനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും പോയിട്ടുണ്ട്. എന്തായാലും പോലീസ് അനീഷ് എന്ന കാളിയ റോഡ് സ്വദേശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ബസ് ഡ്രൈവറാണ് എന്നാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 പേരാണ് ചേലക്കര അൻസാർ വധക്കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. തലയിൽ ഏറ്റ ആഴത്തിലുള്ള മുറിവാണ്. പക്ഷെ ഇത് എവിടെയോ വീണ പിടിച്ച് ഒന്തിയോ അല്ലെങ്കിൽ തലയിൽ കല്ലു വെച്ച് കുത്തിയോ മറ്റോ ആയിരിക്കാം ഈ മുറിവുണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അമൃത, അനൂപ്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.